സ്വപ്നങ്ങളുടെ പൊരുളിലേക്ക്. സ്വപ്നങ്ങൾ എക്കാലത്തും മനുഷ്യനൊരു പ്രഹേളികയായിരുന്നു. അവയ്ക്ക് അർത്ഥവും ഭാവി പ്രവചിക്കാനുള്ള സാധ്യതകളും ഉണ്ടെന്ന വിശ്വാസവും നിലനിന്നിരുന്നു. അലക്സാണ്ടർ ചക്രവർത്തി കണ്ട ഒരു സ്വപ്നത്തെക്കുറിച്ച് ഫ്രോയിഡ് പരാമർശിക്കുന്നുണ്ട്. ചക്രവർത്തിയും പട്ടാളവും ടൈർ പട്ടണം വളഞ്ഞിരിക്കുന്നു. താൽക്കാലിക കൂടാരത്തിൽ ഉറങ്ങുമ്പോൾ സറ്റയർ എന്ന പക്ഷിയെയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ഉടനെ വിളിപ്പിച്ചു കൂടെയുണ്ടായിരുന്ന സ്വപ്ന വ്യാഖ്യാതാവിനെ. സറ്റിറോസ് ഇസീക്വൽ ടു സാ പ്ലസ് ടൈറോസ്. ഇത് വ്യാഖ്യാനിക്കപ്പെട്ടത് ടൈർ നിന്റേതാണ് എന്നായിരുന്നു. എങ്കിൽ പിന്നെ ചക്രവർത്തിക്ക് തൻ്റേതായ ടൈർ പട്ടണത്തെ ആക്രമിച്ച് സ്വന്തമാക്കുന്നതിൽ കുറ്റബോധം തോന്നേണ്ടതില്ലല്ലോ. അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഈ സ്വപ്നത്തിന് പിന്നിൽ ചില മാനസിക സംഘർഷങ്ങളും സ്വപ്നത്തിലൂടെ അവയുടെ ലഘൂകരണവും നടക്കുന്നുണ്ടല്ലോ. ഇത് സ്വപ്നങ്ങളുടെ എല്ലാം പൊതു സ്വഭാവമാണെന്നാണ് ഫ്രോയിഡ് സമർത്ഥിക്കുന്നത്.